മാനന്തവാടിയിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാന ബേലൂർ മഗ്നയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം തുടരുന്നു. 200 പേർ ഉൾപ്പെട്ട ദൌത്യസംഘമാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. ആലത്തൂർ എസ്റ്റേറ്റ് പരിസരത്തെ ഇരുമ്പുപാലം മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയ്ക്ക് 80 മീറ്റർ അടുത്തുവരെ ദൌത്യസംഘം എത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയ്ക്കടുത്ത് നിലയുറപ്പിച്ചതും കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തു കടക്കാത്തതുമാണ് മയക്കുവെടി വെക്കുന്നതിന് പ്രധാന തടസ്സം. ഇപ്പോൾ ഇർഫാൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഇർഫാൻ, ദൌത്യസംഘത്തിനടുത്തേക്ക് ആന എത്തിയിരിക്കുന്നെന്ന് പറയുമ്പോൾ ദൌത്യസംഘം ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? മയക്കുവെടി എപ്പോൾ വെക്കാൻ സാധിക്കുമെന്നൊക്കെ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? കീർത്തി, മയക്കുവെടി എപ്പോൾ വെക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് നമുക്ക് യാതൊരു ഉറപ്പും അല്ലെങ്കിൽ ഒരു കാര്യവും പറയാൻ കഴിയില്ല. കാരണം അത്രയേറെ ദുർഘടം പിടിച്ച പ്രദേശത്താണ് ഇപ്പോൾ മഗ്ന ഉള്ളത്. കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്ത് നിന്ന് തുറസായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനാണ് കഴിഞ്ഞ 4 ദിവസമായി തന്നെയും ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ കുങ്കിയാനയുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന മഗ്ന തിരിച്ച് കുറ്റിക്കാട്ടിലേക്ക് കേന്ദ്രീകരിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതാണ് പ്രധാന വെല്ലുവിളി. ആ കുറ്റിക്കാട്ടിൽ നിന്ന് മാറി ഇപ്പോൾ തുറസായ സ്ഥലത്ത് എത്തിച്ച് ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കിപ്പം നാട്ടുകാരും ഉണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ മണ്ണുണ്ടി കോളനിയാണ് ആന ഉള്ളത് എന്നാണ് അറിയുന്നത്. കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പരിശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു പരിശ്രമങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടല്ലേ? വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. പ്രദേശത്ത് വനംവകുപ്പ് പോലീസിൻ്റെ ദൗത്യസംഘം കഴിഞ്ഞ 4 ദിവസമായി അഹോരാത്രം രാപ്പകലില്ലാതെ ആനയെ മയക്കുവെടി വെച്ച് കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ആന മണ്ണുണ്ടി കോളനീൻ്റെ അടുത്ത് എത്തിയെന്നാണ് ഫോറസ്റ്റുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം തിരിച്ചറിയുമ്പോഴേക്കും അവിടുന്ന് ഓടി മറിയുകയാണ് ആന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ സംരക്ഷണവും അതുപോലെ തന്നെ മറ്റ് പരിസര പ്രദേശത്തുള്ള ആളുകളുടെ ജീവനും സംരക്ഷണമൊക്കെ നോക്കിക്കൊണ്ട് മാത്രമേ മറ്റ് നടപടിയിലേക്ക് കടക്കാൻ കഴിയുന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എല്ലാ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളും നോക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇപ്പോൾ പുതിയ ടീമെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരും ഇതിനോട് സഹകരിച്ച് ഇവിടെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബേഗൂർ, ബാവലി, അതോടൊപ്പം തന്നെ ചേലൂർ വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് രാവിലെ ആന എത്തിയ ഇരുമ്പുപാലം കോളനിക്ക് സമീപമാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇവിടുന്ന് തുരത്തിയിട്ടാണ്. ഇത് ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ ഈ കോളനി പ്രദേശത്ത് നിന്ന് തുരത്തിയതിനു ശേഷമാണ് തിരിച്ച് മണ്ണുണ്ടി കോളനിയിലേക്ക് തിരിച്ച് ആനയെ കയറ്റിയത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ മണ്ണുണ്ടി കോളനിക്ക് അവിടെ നിന്ന് ആനയെ ജനവാസ മേഖലയിൽ തുരത്തി ശേഷം മയക്കുവെടി വെക്കാനാണ് ഫോറസ്റ്റ് സംഘത്തിൻ്റെ തീരുമാനം. ആ ഒരു സാഹചര്യം ഒരുങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഒരു 3 മണിക്കോടുകൂടി ഇതിന് ശ്രമങ്ങൾ ഊർജ്ജമായി തന്നെ നടക്കും. രാവിലെയും ഇത്തരത്തിൽ വെടിയുതിർക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശമായത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇന്നലെ 3 തവണ ഇതിനൊരു ശ്രമം നടത്തിയിരുന്നു. ഒരു തവണ വെടിവെച്ചിരുന്നു. എന്നാൽ ആ വെടി കൊള്ളാതെ ആന രക്ഷപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായ രൂപത്തിൽ പുലർച്ചെ മുതൽ തന്നെ ഇത്തരത്തിൽ ഇതുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കീർത്തി, ശരി, ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത്.